കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രി ആയിരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വളരെ ബലപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് രാത്രി നമ്മൾ കടക്കുവാൻ പോകുന്നത്. പ്രധാനമായിട്ട് ബൈബിൾ സ്റ്റഡിക്ക് വരുന്നവരെ മസ്റ്റായിട്ട് ഒരു ബുക്ക് കൈ വേണം, ഒരു പേനായും കയ്യിൽ വേണം. ഇന്ന് കൊണ്ടുവരാത്തവർ അടുത്ത ആഴ്ച മസ്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കണം. അതുകൊണ്ട് ബുക്കില്ലാത്തവർ പറഞ്ഞാൽ ഞാനൊരു ബുക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ട് മസ്റ്റായിട്ട് ബുക്കുമായിട്ട് കടന്നു വരണമെന്ന് കർത്താവ് ഞാൻ ഓർപ്പിക്കട്ടെ. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 4, എബ്രായ ലേഖനം 4-ാം അധ്യായം. നമ്മൾ ചിന്തിക്കുന്നത് എബ്രായ ലേഖനത്തിൻ്റെ പ്രധാന പ്രതിപാദ വിഷയം ആദ്യമായിട്ട് പലരും കടന്നു വന്നോട്ട് ഞാൻ ഓടിച്ച് പറയാം. എബ്രായ പുസ്തകത്തിലെ പ്രധാന പ്രതിപാദ വിഷയമാണ് യേശു വലിയവൻ. യേശു വലിയവൻ, അതാണ് പ്രതിപാദ്യ വിഷയം. പ്രധാനമായിട്ട് നമ്മൾ 4 അധ്യായങ്ങൾ നമ്മൾ കാണുകയാണ്. അതിൽ ഫസ്റ്റ് 1-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് യേശു പഴയ നമ്മ പ്രവാചകന്മാരെക്കാൾ വലിയവൻ. 3-ാം അധ്യായം തൊട്ട് 2-ാം അധ്യായം പൂർണ്ണമായിട്ട് പഠിപ്പിക്കുന്നത് യേശു ദൂതന്മാരെക്കാൾ വലിയവൻ. 3-ാം അധ്യായം തുടങ്ങി 3-ാം അധ്യായം പഠിപ്പിക്കുന്നത് യേശു മോശയേക്കാൾ വലിയവൻ. 4-ാം അധ്യായം നമ്മൾ തുടങ്ങിയത് യേശു യോശുവേക്കാൾ വലിയവൻ. നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് യേശു യോശുവേക്കാൾ വലിയവൻ. ആ വിഷയത്തിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് യേശു യോശുവേക്കാൾ വലിയവൻ, 4-ാം അധ്യായം പ്രധാനമായിട്ട് 3 ഭാഗങ്ങളായിട്ട് തിരിച്ചു. ആദ്യമായിട്ട് വന്നവർ ഒന്ന് നോട്ട് ചെയ്താട്ട്. 4-ാം അധ്യായം നമ്മൾ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചു. ചാപ്റ്റർ 4 may divide into 3. 1, ജീസസ് superiority to Joshua. യേശുവിടെ മേല് യേശു ക്രിസ്തുവിനുള്ളതായിരിക്കുന്ന അധികാരം. യേശു യോശുവേക്കാൾ വലിയവൻ. ജീസസ് superiority to Joshua. Hebrews chapter 4 verse 1 to 11. 2-ാമത്തെ ഭാഗം power of God's word. ദൈവവചനത്തിൻ്റെ ശക്തി. ദൈവവചനത്തിൻ്റെ ശക്തി. verse 12 and 13. 12-13 വാക്യം. 12-13 വാക്യം. 3-ാമത്തെ ഭാഗം ജീസസ് അവർ ഹൈ പ്രീസ്റ്റ്. യേശു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. വേഴ്സ് 14 to 16. 14 മുതൽ 16 വരെയുള്ള വാക്യം. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു യോശുവേക്കാൾ വലിയവൻ. എന്തുകൊണ്ട് യോശുവേക്കാൾ വലിയവൻ? യോശുവെ ദൈവം തിരഞ്ഞെടുത്തത് ഇസ്രായേൽ മക്കൾക്ക് സ്വസ്ഥത വരുത്തുവാനാണ്. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് സ്വസ്ഥത വരുത്തുവാൻ യോശുവയ്ക്ക് സാധ്യമായില്ല. എന്ത് യോശുവയ്ക്ക് അസാധ്യമായോ അത് കർത്താവായ യേശു ക്രിസ്തു സാധ്യമാക്കുന്നു. അതുകൊണ്ടാണ് യേശു യോശുവേക്കാൾ വലിയവനായത്. പ്രധാനമായിട്ട് ആ ഭാഗത്തു നിന്നുകൂടെ നമ്മൾ ചിന്തിച്ചത് എന്താണ് സ്വസ്ഥത. വേദപുസ്തകം 5 സ്വസ്ഥതകളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. 1-ാമത്തെ സ്വസ്ഥതയാണ്, സ്വസ്ഥത എന്നുള്ള വേർഡാണ് ശബത്ത്. അതിലെ ഫസ്റ്റ് 5 സ്വസ്ഥതകളെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നു. 1-ാമത്തെ സ്വസ്ഥതയാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം എടുക്കേണ്ട കാര്യമില്ല, ഞാനങ്ങ് പറഞ്ഞു പോകുകയാണ്. ആ വിശ്രമം ദൈവത്തിൻ്റെ വിശ്രമമായിരുന്നു. 6 ദിവസം ദൈവം സകലതും പ്രവർത്തിച്ച് സകലം സമാപിച്ച ശേഷം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. എന്താണ് ആ സ്വസ്ഥതയുടെ മീനിങ്? എന്താണ് അതിൻ്റെ പർപ്പസ്? അത് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ എന്താണ് അത് ആവശ്യമായിരിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി, ദൈവം വിശ്രമിച്ചതിൻ്റെ കാരണം തൻ്റെ സൃഷ്ടിപ്പിൽ താൻ ക്ഷീണിതനായതുകൊണ്ടല്ല, പിന്നെയോ സൃഷ്ടിപ്പിൻ്റെ തനിക്ക് ഉണ്ടാകാതിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് ഒരു പെർഫെക്ഷൻ, ഒരു പൂർണ്ണ സംതൃപ്തിയാണ് ഉണ്ടായിരുന്നത്. ശ്രദ്ധിക്കുക, വേർഡ് സൃഷ്ടിപ്പിൽ ദൈവത്തിൽ ഉണ്ടായിരുന്നത് ഒരു പൂർണ്ണ സംതൃപ്തിയാണ്, ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ. എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചത് മുഴുവൻ നല്ലതായിട്ട് ദൈവം കണ്ടു. അപ്പോൾ ആ സംതൃപ്തമായിരിക്കുന്ന മനസ്സിൽ നിന്ന് സംതൃപ്തിയോടുകൂടെ ദൈവം സൃഷ്ടിപ്പിൽ നിന്ന് വേർപെട്ട് മാറുന്നതാണ് 1-ാമത്തെ സ്വസ്ഥത എന്ന് നമ്മൾ കാണുവാനിടയായിട്ടുള്ളത്. 2-ാമത്തെ സ്വസ്ഥതയാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഉടമ്പടി കൊടുത്തായിരിക്കുന്ന സ്വസ്ഥത, ശബത്ത് എന്ന് പറയുന്നത്. 2-ാമത്തെ സ്വസ്ഥതയാണ് ശബത്ത്. എന്താണ് ശബത്ത് എന്ന് നമ്മൾ ചിന്തിച്ചു. ശബത്ത് എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുമായിട്ട് ദൈവത്തിനുണ്ടായിരുന്ന ഒരു ഉടമ്പടി നിയമമാണ്. ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്ന ഓരോ വേർഡ്. ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തോടുണ്ടായിരുന്ന ഒരു ഉടമ്പടി, ഒരു കവനന്റ് റിലേഷൻഷിപ്പാണ്, ഒരു സൈനാണ് ഈ ശബത്ത് എന്ന് പറയുന്നത്.
എന്തായിരുന്നു അവർ ചെയ്യേണ്ടത്? 7-ാം ദിവസം അവർ വേർപെട്ട് ഇരിക്കണം. എങ്ങോട്ട് പോകണം? ദൈവത്തിന്റെ ആലയത്തിലേക്ക് ദൈവത്തെ ആരാധിക്കാൻ. ഈ വേർപാടാണ് ജാതികളിൽ നിന്ന് ഈ ജനം ദൈവത്തിന്റെ ജനമെന്ന് വേർതിരിക്കപ്പെടുന്ന അടയാളം. അതായിരുന്നു, ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ വേർഡ്. ജാതികൾ, ലോകത്തിന്റെ ജാതികളിൽ നിന്ന് ഈ ജനം ദൈവത്തിന്റെ വകയെന്ന് വെളിപ്പെടുത്തതായിരിക്കുന്ന ഒരു അടയാളമായിരുന്നു ഈ ശാബത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ദൈവം അബ്രഹാമിന് ഒരടയാളം കൊടുത്തു. അടയാളം എന്ന് പറയുന്ന പരിച്ഛേദനയായിരുന്നു. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അബ്രഹാമും അബ്രഹാമിന്റെ സന്തതിയും ദൈവത്തിന്റെ ജനമായിരിക്കുമെന്നും ദൈവം അവരുടെ ദൈവമായിരിക്കുമെന്നും. അപ്പോൾ ആരുടെയെല്ലാം ശരീരത്തിൽ പരിച്ഛേദന ഏറ്റിട്ടുണ്ട്, അവരെല്ലാവരും ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തവരാണ്, ദൈവമായിട്ട് ഉടമ്പടി ഉണ്ടായിരുന്നവരാണ്. പ്രത്യേകമായിട്ട് ഈ ഉടമ്പടി അബ്രഹാമിന്റെ മകനാകുന്ന ഇസ്മായിലിന് ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തിന് ഒരു വേർപെട്ട ഒരു ജനമില്ലായിരുന്നു. ആ പരിച്ഛേദനുള്ള കർമ്മം കഴിച്ചത് മുഖാന്തരമായിട്ട് ഇസ്മായിൽ ഉൾപ്പെടെ ദൈവത്തിന് ജനമെന്ന് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്തുകൊണ്ട്? അബ്രഹാമിനോടാണ് ദൈവം ആ ഉടമ്പടി ചെയ്തത്. അബ്രഹാമിൽ കൂടെയാണ് ഇവർക്ക് ദൈവത്തോട് ബന്ധമുണ്ടായത്. ഇവർ ആ ബന്ധമുണ്ടാകാനുള്ള ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഇവർ അബ്രഹാമിന്റെ സന്തതിയായി ജനിച്ചുവെന്ന ഏക കാരണം. ശ്രദ്ധിക്കുക ഈ വേർഡ്, അബ്രഹാമിന്റെ സന്തതിയായി ജനിച്ചുവെന്ന ഏക കാരണമാണ് ദൈവത്തോട് ഇവർക്ക് ബന്ധമുണ്ടായത്. അപ്പോൾ അബ്രഹാമിന്റെ സന്തതിയായി ജനിച്ചവർ പരിച്ഛേദന ഏറ്റുകഴിഞ്ഞാൽ ദൈവം അവരെ നോക്കി എൻ്റെ ജനമേ എന്നും അവർക്ക് ദൈവത്തെ നോക്കി എൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാനുള്ള ഒരു ഉടമ്പടിയാണ് പരിച്ഛേദനയിൽ കൂടെ കൊടുത്തിരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന ശബത്ത് എന്ന് പറയുന്നത് ഒരടയാളമായി ദൈവം കൊടുത്തപ്പോൾ ദൈവം കൊടുത്തത് ഇസ്രായേൽ മക്കൾക്ക് ഒരടയാളമായി കൊടുത്തു. എന്താ വെളിപ്പെടുത്തത്? ഇസ്രായേൽ ജനമെന്ന് പറയുന്നത് എൻ്റെ ജനമാണെന്ന് ദൈവത്തിന് പറയുവാൻ, ദൈവത്തെ ഇവർക്ക് തിരിച്ചു നോക്കൊണ്ട് എൻ്റെ ദൈവമെന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യതയാണ് ഈ ശാബത്തിൽ കൂടെ അവർക്ക് ലഭിച്ചത്. അഥവാ ഒന്ന് മനസ്സിലാക്കണം, ശബത്ത് എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ഒരു കവനന്റ് സൈനാണ്. ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്ന വേർഡ്. ഇന്ന് ശനിയാഴ്ച ആരാധിക്കണം, ശനിയാഴ്ച ആചരിക്കണമെന്ന് പറയുമ്പോൾ അത് ശനിയാഴ്ച ആചരിക്കുവാനുള്ള ഒരു കടമ ദൈവം പുതിയ നമ്മ വിശ്വാസിക്ക് കൊടുത്തതല്ല, ഒള്ളി ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ഒരു ഉടമ്പടിയാണ്. ഇസ്രായേൽ മക്കളുമായിട്ട് ദൈവത്തിന് ഉടമ്പടിയാണ് ശാബത്ത് എന്ന് പറയുന്നത്, അല്ലാതെ മറ്റാർക്കും വേണ്ടിയുള്ളതല്ല. അതുകൊണ്ട് ഈ ശബത്ത് ഇസ്രായേൽ മക്കൾ കഴിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ കണ്ടതായിരിക്കുന്ന മൂന്നാമത്തെ ശബത്ത് എന്ന് പറയുന്നത്, അസ്വസ്ഥത എന്ന് പറയുന്നതാണ് യോശുവ വരുത്തിയതായിരിക്കുന്ന അസ്വസ്ഥത. എന്നാൽ യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തുവാൻ സാധ്യമായില്ല. 2 പ്രധാനപ്പെട്ട കാരണമാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണെന്ന് ഓർമ്മയുള്ളവർ പറഞ്ഞാട്ട് 2 മെയിൻ റീസൺ. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ അനുസരണക്കേട് മുഖാന്തരമായിട്ട് വാഗ്ദത്ത നാട്ടിൽ ചെന്നെത്തുവാൻ സാധ്യമായില്ല. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ അവർക്ക് സ്വസ്ഥത ലഭിക്കേണ്ട ദേശത്തിൽ ജാതികളും കൂടെ ജീവിക്കുവാനായിട്ട് അവർ അലവ് ചെയ്തു. അതുകൊണ്ട് ദൈവം ആഗ്രഹിച്ച സ്വസ്ഥതയിലേക്ക് അവർക്ക് കടന്നു വരുവാനായിട്ട് സാധ്യമായില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്ന് രാത്രി അടുത്ത 2 സ്വസ്ഥതയിലേക്ക് നമ്മൾ കടന്നു പോകാൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടും വളരെ സ്പീഡിൽ നിങ്ങൾ എന്നോടുകൂടെ ആയിരിക്കുക. അടുത്ത 2 സ്വസ്ഥത. നെക്സ്റ്റ് സ്വസ്ഥതയാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-29 വാക്യം. മാത്യു ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 28 and 29. ഇവിടെ ഈ ആശ്വാസം എന്നുള്ള വേർഡ് കൊടുത്തിരിക്കുന്നത് സ്വസ്ഥതയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു വിളിക്കുകയാണ്, ഒരു കൂട്ടം ആൾക്കാരെ വിളിക്കുന്നു. ശ്രദ്ധിച്ച് നിങ്ങൾ എന്നോടുകൂടി ആയിരിക്കണം. ഒരല്പം അകത്തേക്ക് ആഴത്തിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. അതുകൊണ്ട് എന്നോടുകൂടി നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു വിളിക്കുകയാണ്. യേശുവിൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷയുടെ മധ്യത്തിൽ യേശു നിന്ന് വിളിച്ചു പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു കൊടുക്കുന്ന ഒരാശ്വാസം അഥവാ ഒരു സ്വസ്ഥത. നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന ഫസ്റ്റ് വിഷയം എന്ന് പറയുന്നത് ബിലീവേഴ്സ് എൻജോയ് ദ റെസ്റ്റ്. ബിലീവേഴ്സ് ക്യാൻ എൻജോയ് ദ റെസ്റ്റ്. വിശ്വാസിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന സ്വസ്ഥത, വിശ്വാസിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന സ്വസ്ഥത.
നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് ഇന്ന് ഈ ലോകത്തിൽ ഒരു വിശ്വാസി ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ, അവർ യഥാർത്ഥമായിട്ട് സ്വസ്ഥതയിലേക്കാണ് അവർ കടന്നു വരുന്നത്. അവർ സ്വസ്ഥതയിലേക്കാണ് അവർ പ്രവേശിക്കുന്നത്. സ്വസ്ഥത അവർ അനുഭവിക്കുകയാണ്. ഇന്ന് ഒരു വിശ്വാസി അനുഭവിക്കുന്ന സ്വസ്ഥത എന്ന് പറയുന്നത് വരും കാലങ്ങളിൽ നാം അനുഭവിക്കുവാൻ പോകുന്ന സ്വസ്ഥതയുടെ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വസ്ഥത എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു സ്വസ്ഥത കടന്നു വരുന്നുണ്ട്. ആ വിഷയം ഞാൻ ഇന്ന് എടുക്കുന്നതായിരിക്കും. ആ സ്വസ്ഥത കടന്നു വരുമ്പോൾ എന്തോ നമ്മൾ അവിടെ അനുഭവിക്കുന്നുവോ അതിൻ്റെ ജസ്റ്റ് ഒരു ഷാഡോ ആണ് ഇന്ന് ഒരു വിശ്വാസി ഈ ലോകത്തിൽ അനുഭവിക്കുന്ന സ്വസ്ഥത. അതിൽ കൂടെ ആദ്യമായിട്ട് ഒരു വേർഡ് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഒരു വിശ്വാസിയുടെ ഈ ലോകത്തിലെ ജീവിതം സ്വസ്ഥതയുള്ളതാകുന്നുവെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഒരു വിശ്വാസിയുടെ ഈ ലോകത്തിലെ ജീവിതം, ദൈവം അവനെ വിളിച്ചിരിക്കുന്നത് ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ്, ഒരു വിശ്രമത്തിന് വേണ്ടിയാണ് ദൈവം അവനെ വിളിച്ചിരിക്കുന്നത്. ഏത് അവസ്ഥകളിൽ നമ്മൾ കിടക്കുന്നവരായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവം ആഗ്രഹിക്കുന്ന സ്വസ്ഥതയില്ലാതെ കിടക്കുവാൻ ദൈവം ആരെയും ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുമ്പോൾ, ദൈവം അവരിൽ കൂടെ ആഗ്രഹിക്കുന്നത് ഒരു വിശ്രമം അവരനുഭവിക്കണമെന്നുള്ളതാണ്. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ഒരു വിശ്രമത്തിൻ്റെ ജീവിതമാണ്. എങ്ങനെ പറയുവാൻ സാധിക്കും? പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് ഒരു ദൈവ പൈതൽ ഈ ലോകത്തിലെ അവരുടെ ജീവിതത്തിൽ വിശ്രമം അനുഭവിക്കുന്നത്. ഇൻ ടു വേസ്, രണ്ട് പ്രധാനപ്പെട്ട രീതികളിലാണ് അവർ വിശ്രമം അനുഭവിക്കുന്നത്. ഒന്ന്, അവിടെ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ കടന്നു വരും. യേശു നിന്ന് വിളിക്കുന്ന ഒരു ഗണത്തെ ഒരു വിശ്വാസി അല്ല കർത്താവിടെ വിളിക്കുന്നത്, ഒരു പർട്ടിക്കുലർ കൂട്ടത്തെയാണ് വിളിക്കുന്നത്. അവരുടെ പ്രത്യേകത, അവർ ഭാരം ചുമക്കുന്നവരാണ്, അധ്വാനിക്കുന്ന ഒരു ഗണം, ഭാരം ചുമക്കുന്ന ഒരു ഗണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഇന്ന് രാത്രിയിലും വിളിക്കുന്ന ഒരു ഗണമെന്ന് പറയുന്നത് അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഒരു ഗണത്തെ വിശ്രമത്തിലേക്ക് നടത്തുവാൻ എൻ്റെ ദൈവത്തിന് മനസ്സുണ്ട്. ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന വേർഡ്. അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയില്ലാതെ ഇരിക്കുന്നവർക്ക് സ്വസ്ഥതയിലേക്ക് നടത്തുവാനാണ് കർത്താവ് വിളിക്കുന്നത്. നേരത്തെ നമ്മൾ ചിന്തിച്ച പല സ്വസ്ഥതയുണ്ട്. ഒന്ന്, ദൈവം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. യോശുവയുടെ എബ്രായർ 4-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് എടുക്കണ്ട. അവിടെ നമ്മൾ കണ്ട ഇപ്രകാരമാണ്, ദൈവം തൻ്റെ സ്വസ്ഥതയിലേക്ക് കടന്നു. അപ്പോൾ ഒന്നാമത്തെ സ്വസ്ഥത എന്ന് പറയുന്നത് ദൈവം തൻ്റെ സ്വസ്ഥതയിലേക്ക് കടന്നു. രണ്ടാമത്തെ സ്വസ്ഥത എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ഉടമ്പടിയാണ്. ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചത് എൻ്റെ സ്വസ്ഥതയിലേക്ക് കടക്കണം, അഥവാ അവരിൽ കൂടെ ദൈവം ആഗ്രഹിച്ചതും ദൈവത്തിൻ്റെ സ്വസ്ഥത അനുഭവിപ്പാനാ. മൂന്നാമത്തെ ഗണത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് വാഗ്ദത്ത നാട്ടിൽ കൊണ്ട് എന്നതിന് ശേഷം അവരും ദൈവത്തിൻ്റെ സ്വസ്ഥത അനുഭവിക്കണം. നാലാമത്തെ കൂട്ടരെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്കല്ല ഇവിടെ വിളിച്ചിരിക്കുന്നത്, പകരം ആ ഭാഗപ്രകാരം പറയുന്നു, ദൈവത്തിന് കർത്താവ് പ്രകാരം പറഞ്ഞ അധ്വാനിക്കുന്നത് പാലിച്ചോക്കുന്ന ആളുകൾ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ കടന്ന് ഞാൻ നിങ്ങളെ ആശ്വസിക്കാം. ഇപ്പോഴത്തെ സ്വസ്ഥത എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു നൽകുന്ന സ്വസ്ഥത. ശ്രദ്ധിച്ചോണേ, ഞാൻ മറ്റതും ഇതുമായിട്ടുള്ള വ്യത്യാസം. കർത്താവ് യേശുക്രിസ്തു നൽകുന്ന സ്വസ്ഥത, ഇത് യേശുവാണ് നൽകുന്നത്. ആർക്കാണ് ഇത് നൽകുന്നത്? അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ ആരാണ് ആ കൂട്ടര്? നമുക്ക് ഒറ്റ വാക്യത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കും, ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർ. അഥവാ ഈ പത്യമായ സ്വസ്ഥത എന്ന് പറയുന്നത് ഈ റെസ്റ്റ് ഓഫ് സാൽവേഷൻ, രക്ഷയുടേതായിരിക്കുന്ന സ്വസ്ഥത. നോട്ട് ചെയ്താട്ടോ. രക്ഷയുടേതായിരിക്കുന്ന സ്വസ്ഥത. ഇവിടെ എന്താ പറയുന്നത്? അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് വിളിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, യേശുവിൻ്റെ അടുക്കിലേക്ക് ഇവർ കടന്നു വരുന്നുവെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? ആശ്വാസം കിട്ടും. ശ്രദ്ധിക്കണം, ഇവിടെ കർത്താവ് ഇവരിൽ കൂടെ യാതൊരു എഫേർട്ടും ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രയത്നവും ഇവർ ചെയ്യേണ്ട കാര്യമില്ല. ഇവർ ചെയ്യേണ്ട ഒരൊറ്റ വിഷയമേ ഉള്ളൂ, ഇവര് യേശുവിൻ്റെ അടുക്കിലേക്ക്
കടന്നു ചെല്ലുക. നിങ്ങൾ മനസ്സിലാക്കണം, മനോഹരമായ ഇംഗ്ലീഷ് പാട്ടുണ്ട്, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. പലപ്പോഴും ആ പാട്ട് പാടുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു വിഷയമുണ്ട്. പലപ്പോഴും അതിൻ്റെ ഒരു വേർഡ് പ്രകാരമാണ് പല സമയങ്ങളിൽ നമ്മൾ ബേർഡൻ നമ്മൾ ക്യാരി ചെയ്യുന്ന ഒറ്റ കാരണം നമ്മൾ അതുകൊണ്ട് ദൈവസ്ഥനെ കൊണ്ട് വെക്കാത്തത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു ഭൂരിഭാഗത്തിന് കാരണം നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കാത്തത്. വൺസ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം അതിൽ കൂടെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം പല പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം മാത്രമേ ഞാനിവിടെ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് എല്ലാം ഈ ഒരു കാരണത്തിലല്ല. എന്നാൽ ദൈവം വിളിക്കുന്നത് ഒരാശ്വാസത്തിന് വേണ്ടിയാണ്. ആരെയാ വിളിക്കുന്നത്? പാപത്തിൽ കിടക്കുന്നവരെ വിളിക്കുന്നു, അധ്വാനിക്കുന്ന ഒരു ഗണത്തെ വിളിക്കുന്നു, ഭാരം ചുമക്കുന്ന ഒരു ഗണത്തെ വിളിക്കുന്നു. എന്തിലേക്കാ വിളിക്കുന്നത്? ക്രിസ്തു കൊടുക്കുന്ന ആശ്വാസം അവരനുഭവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ കൂടെ ഒന്ന് ഞാൻ അടിയുറപ്പിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഒരു വിശ്വാസി യേശു ക്രിസ്തു നൽകുന്ന ആശ്വാസം അനുഭവിക്കാൻ അവന് യോഗ്യനാ. എപ്പോൾ യോഗ്യനായി? അവൻ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന സമയം മുതൽ, യേശു ക്രിസ്തുവിന്റെ സന്നിധാനം തന്നെ ചെലവഴിച്ച് തന്നെ സമർപ്പിച്ച സമയം മുതൽ യേശു ക്രിസ്തുവിനാൽ ലഭിക്കുന്ന ആശ്വാസം അനുഭവിക്കുവാൻ അവൻ യോഗ്യനായി. എന്നാൽ രണ്ടാമത്തത് അവിടെയല്ല പറയുന്നത്. അവിടെ പറയുന്നു, അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ കടന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ. രണ്ടാമത്തെ വാക്യപ്രകാരം പറയുന്നു, അവിടെ പറയുന്ന വേർഡ് പ്രകാരമാണ്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് രണ്ടാമത്തെ ആശ്വാസം എന്ന് പറയുമ്പോൾ രണ്ടാമത് പ്രാപിക്കുന്ന സ്വസ്ഥതയ്ക്ക് ഒരു എഫേർട്ട് ആവശ്യമാണ്, ഒരു പ്രവർത്തനം ആവശ്യമാണ്. ഒന്നാമത്തേതിന് യാതൊരു പ്രവർത്തനവും ആവശ്യമായിരുന്നില്ല. അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതുമായുള്ളവർ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ കടന്നു, ഞാൻ നിങ്ങളെ, ദാറ്റ്സ് ഓൾ. ഒറ്റ കാര്യമേ അതിനകത്ത് ചെയ്യുവാനുള്ളൂ. യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുക, ആശ്വാസം അനുഭവിക്കുക. രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് അവിടെ പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഒന്നാമത്തെ സാൽവേഷൻ, ഒന്നാമത്തെ സ്വസ്ഥതയെ കുറിച്ച് പറഞ്ഞു. അത് സ്വസ്ഥത, ദ റെസ്റ്റ് ഫോർ സാൽവേഷൻ, രക്ഷയിലേക്ക് നടത്തുന്ന സ്വസ്ഥത. രണ്ടാമത്തെ സ്വസ്ഥത എന്ന് പറയുന്നത് രക്ഷയിലേക്ക് നടത്തുന്ന ഒരു സ്വസ്ഥതയെ കുറിച്ച് അല്ല ഇവിടെ പറയുന്നത്. പിന്നെയോ രണ്ടാമത്തെ സ്വസ്ഥത എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനായതുകൊണ്ട് നിങ്ങൾ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെങ്കിലേ രണ്ടാമത്തെ സ്വസ്ഥത അനുഭവിക്കുവാൻ സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെ സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ യേശു സൗമ്യതയും താഴ്മയും ഉള്ളവനായതുപോലെ, യേശു സൗമ്യതയും താഴ്മയും ഉള്ളവനായതുപോലെ ആ മുഖം ഞാനും നിൽക്കുമ്പോൾ ഞാനും പഠിക്കുവാൻ പോകുന്നത് ഏതായിരിക്കും? ആ സൗമ്യതയും താഴ്മയും. അപ്പോൾ ഞാൻ എന്താ ചുമക്കേണ്ടത്? അവൻ്റെ മുഖമാ ചുമക്കേണ്ടത്. എന്തിനാ അവൻ്റെ മുഖം ചുമക്കേണ്ടത്? വൈ സേവിങ് ദ ലോർഡ്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. അപ്പോൾ എന്താ ഇവിടുത്തെ വിഷയമായിരിക്കുന്നത്? ദൈവം ചിലത് എന്നെ പഠിപ്പിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു, ചിലതിലേക്ക് നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിച്ച രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ യേശു നമ്മളെ സ്വസ്ഥനാക്കും എന്നുള്ള സത്യമായിരിക്കുന്നത് പോലെ തന്നെ ഒരു വിശ്വാസിയുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ അവന്റെ സ്വസ്ഥത എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി അവൻ വേല ചെയ്യുന്നതാണ്. ദൈവത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് പ്രശ്നങ്ങളെ വിളിച്ചു വരുത്തുന്ന ഒരു അനുഭവമാണ് ദൈവത്തിന് വേല ചെയ്യുക. എന്നാൽ മനസ്സിലാക്കേണ്ടത്, പ്രശ്നങ്ങളെ വിളിച്ചു വരുത്തുന്നതൊന്നല്ല ദൈവത്തിന് വേണ്ടി വേല ചെയ്യുക എന്ന് പറയുന്നത്. ദൈവത്തിന് വേണ്ടി വേല ചെയ്യുമ്പോഴാണ് ഞാൻ ദൈവത്തോടുകൂടെ സ്വസ്ഥമായിരിക്കുന്നത്. ദൈവത്തോടുകൂടെ നമ്മൾ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കിയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം, ദൈവം എവിടെ അവരെ ആക്കി വെച്ചു. വേർഡ് ചാപ്റ്റർ 1, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം, അതിന്റെ 13-ാമത്തെ വാക്യം, വേഴ്സ് 13. അവിടെ 7 നിലവിളക്കുകളെയും നിലവിളക്കിന്റെ നടുവിൽ ആരെ കണ്ടു? യെസ്, അതിന് 20-ാമത്തെ വാക്യം കൂടെ, എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്ര മർമ്മവും
7 നക്ഷത്രം എന്ന് പറയുന്നത് 7 സഭകളുടെ ദൂതന്മാരാകുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, സഭകളുടെ ദൂതന്മാരെ ദൈവം വെച്ചിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? എവിടെയാ വെച്ചിരിക്കുന്നറിയാമോ? അവന്റെ വലങ്കയിലിരിക്കുന്ന 7 നക്ഷത്രം എന്ന് പറയുന്നത് 7 സഭകളുടെ ദൂതന്മാർ. അപ്പോൾ എവിടെ ഈ ദൂതന്മാരെ വെച്ചിരിക്കുക? 7 ദൂതന്മാരെന്ന് പറയുന്നത് സഭകളുടെ മൂപ്പന്മാർ. അപ്പോൾ അവരെ ദൈവം വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? കർത്താവിൻ്റെ വലം കരങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവവേല ചെയ്യുന്ന ഒരു വ്യക്തിയെ ദൈവം ഇത്രമാത്രം ശ്രേഷ്ഠമായിട്ട് സൂക്ഷിച്ചുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ ഒരൊറ്റ മനുഷ്യനും അവനെ തൊടാൻ പറ്റത്തില്ല. നാം ഒരു ദൈവ പൈതലാകുന്നുവെങ്കിൽ നമ്മുടെ ഭാരത്തിൽ കൂടെ കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടി, ആ കർത്താവിനെ കണ്ടുമുട്ടി നമ്മൾ തുടർന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ എന്ത് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ നമ്മുടെ സൗകര്യപ്രകാരമുള്ള ജീവിതമല്ല നമ്മൾ നയിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മുഖമാണ് ഞാൻ ഏൽക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ മുഖം ഏൽക്കുമ്പോൾ എനിക്ക് എന്ത് സംഭവിക്കും? 2 പ്രത്യേകതയാണ് യേശുക്രിസ്തുവിനെ കാണിച്ചത്. യേശു സൗമ്യതയും താഴ്മയുള്ളവൻ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മുഖം ഞാൻ ഏൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ എന്ത് പഠിക്കും? 2 കാര്യം ഞാൻ പഠിക്കും: സൗമ്യതയും താഴ്മയും. ഈ 2 കാര്യം ഞാൻ പഠിക്കുമ്പോൾ കർത്താവ് എന്നെ എങ്ങോട്ട് നടത്തും? പൂർണ്ണമായിരിക്കുന്ന വിശ്രമത്തിലേക്ക് നടത്തും. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദൈവവേല ചെയ്യുന്ന ഒരു ദൈവവേല ജീവിതം വിശ്രമം. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളിലും ലഭിക്കുന്ന ആശ്വാസമാണ് ഒരു ദൈവ പൈതലാണെന്നുള്ളത് വെളിപ്പെടുത്തുന്നത്. വേദപുസ്തകം പ്രകാരം കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. വലിയ കാര്യങ്ങൾ എനിക്ക് പറയുവാൻ സാധിക്കും, ഒത്തിരി വീമ്പ് പറയുവാൻ സാധിക്കും. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോൾ ആ പ്രതികൂലത്തിൽ എനിക്ക് നിൽക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ പറഞ്ഞതുകൊണ്ടൊന്നും യാതൊരു ഗുണമില്ല. എന്നാൽ എൻ്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് നിൽക്കുവാൻ സാധിക്കുമെങ്കിൽ അവിടെ ഞാൻ വെളിപ്പെടുത്തുന്നത് എന്നാണെന്നറിയാമോ? ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സ്വസ്ഥത ഞാൻ അവിടെ അനുഭവിക്കുക. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദൈവപൈതൽ നാം ആയിരിക്കുന്നിടത്തോളം കാലം, ദൈവത്തിന്റെ ഉള്ളംകരം ഞാൻ വഹിക്കപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം ഒരു കാര്യം സത്യമാണ്. കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, അവയെ തന്നിരിക്കുന്ന പിതാവ് എല്ലാവരിലും വലിയവൻ, അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പകർപ്പാൻ ആർക്കും സാധ്യമല്ല. ഞാൻ ഇന്ന് പാടിയ പാട്ടിന്റെ ഒരു വരികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. കാർമേഘം ഉയരും, എന്നാൽ അതിൻ്റെ ഉള്ളിൽ എന്ത് വരുമെന്നറിയാമോ? ഒരു മഴവില്ല് അവിടെ കാണും. നിങ്ങൾ മനസ്സിലാക്കിയുള്ള ഒരു മഴവില്ല് കാണാത്ത കാർമേഘം നിങ്ങളുടെ ജീവിതത്തിലില്ല. ഒരു മഴവില്ല് കാണാത്ത കാർമേഘം നിങ്ങളുടെ ജീവിതത്തിലില്ല. വേദപുസ്തകപ്രകാരം പറയുന്ന മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, അവൻ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്ന മീതെ പരീക്ഷ നേരിടുവാൻ അവന് അനുവദിക്കയില്ല. പരീക്ഷയോടുകൂടെ എന്തുവരും? നീക്കുപോക്ക്. പരീക്ഷ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഓൾറെഡി ദൈവം നീക്കുപോക്ക് അവിടെ വെച്ചിരിക്കുക. നിന്റെ ജീവിതത്തിൽ നീക്കുപോക്കില്ലാത്ത ഒരൊറ്റ പ്രശ്നങ്ങളുമില്ല. നിന്റെ ഈ മരുഭൂ പ്രയാണത്തിൽ ഉത്തരം ലഭിക്കാത്ത ഒരൊറ്റ വിഷയം പോലും ഒരു ദൈവബദലം നിന്റെ ജീവിതത്തിലില്ല. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് ലോകത്തിന്റെ ജനത്തെ പോലെ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുകിനെ പോലെ ഓടി നടക്കുവാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ഈ പ്രതികൂലങ്ങളുടെ മത്തിൽ സുഖമായിട്ട് കിടന്നുറങ്ങാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. കർത്താവായ യേശുവിന്റെ ജീവിതമായിരുന്നു. കാറ്റ് രൂക്ഷമായിട്ട് അടിച്ചു, പടക് ഉലയുവാൻ തുടങ്ങി. ഇവർ മനസ്സിലാക്കി എല്ലാം നശിക്കുവാൻ പോകുക, വള്ളം മുങ്ങുവാൻ പോകുക. അവിടെ നോക്കുമ്പോൾ അരുമരക്ഷിതാവായ യേശു അമരത്ത് കിടന്നു, ഇതൊന്നും അറിയുന്നില്ല, സുഖമായിട്ട് ഉറങ്ങുക. അതാണ് ഒരു ദൈവബദല സമാധാനം. ഈ തിരമാലകൾ ആഞ്ഞടിക്കുന്നത് അവന് ഉറക്കത്തിനൊന്നുകൂടെ സുഖമാണ് എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങാനല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അവൻ അനുഭവിക്കുന്ന സ്വസ്ഥതയാണ് അവൻ ദൈവപൈതലാണെന്ന് വെളിപ്പെടുത്തുന്നത്. ഈ ലോകത്തിൽ ഞാൻ ദൈവപൈതലായ ദിവസം മുതൽ ദൈവത്തോടുകൂടെ ഞാൻ ചേർന്ന് ജീവിക്കുമ്പോൾ, ആ സൗമ്യതയും താഴ്മയും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ മുഖം എൻ്റെ മേൽ ചുമത്തുകൊണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം, മുഖത്തിന് 2 വശമുണ്ട്. ഒരു ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാള് സൗമ്യവും താഴ്മയുള്ളവൻ, അപ്പുറത്ത് നിൽക്കുന്ന ആള് അല്പം മുൻകൂടിയും മുൻപോട്ട് ഓടുന്നവരുമാകുന്നുവെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. അങ്ങനെയെങ്കിൽ എന്തോ വരും? ഒരല്പം മുമ്പോട്ട് ഓടുമ്പോൾ പിന്നെ പിന്നോട്ട് വരും. പിന്നെ അവസാനം കുറച്ച് മുമ്പോട്ട് പോയി അവസാനം എന്ത് പഠിക്കും? കൂടെ നിൽക്കുന്ന ആളുടെ സ്വഭാവം പഠിക്കും. ജീവിതത്തിൽ മാറ്റം വരാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? യേശുവിനോടുകൂടെ നടക്കാത്തതാ കാരണം.
യേശുക്രിസ്തുവിനോടുകൂടെ നടക്കുവാൻ സാധിക്കുമെങ്കിൽ ജീവിതത്തിൽ പരിപൂർണമായ രൂപാന്തരം വരുവാൻ സാധിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാ. ആ സൗമ്യത ഒരു ദൈവബദൽ പഠിക്കും. ആ താഴ്മ, ഹംബിൾനെസ് ഒരു ദൈവബദൽ പഠിക്കും. ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കാതെ അവന് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. ആ ഫസ്റ്റ് വിടുതൽ ഓൾറെഡി ലഭിച്ചു. രണ്ടാമത്തെ വിടുതലിലേക്ക് കടന്നു വരണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ ഇതൊക്കെ പഠിച്ച് അവൻ എന്തിനു വേണ്ടിയായി മുഖമേൽക്കുന്നത്? കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ എൻ്റെ പിന്നാലെ കടന്നു വരട്ടെ. അപ്പോൾ കർത്താവിൻ്റെ പിന്നാലെ കടന്നു വരുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ആ പിന്നാലെ വരുന്ന ദൈവത്തിൻ്റെ വേല അവൻ ചെയ്യുവാനായിട്ട് ഒരുക്കപ്പെടുമ്പോൾ ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന് അവൻ ചെയ്യപ്പെടുന്ന സമയത്താണ് അവൻ സ്വസ്ഥതയിലേക്ക് അനുഭവിക്കുന്നത്. അഥവാ നിങ്ങൾ മനസ്സിലാക്കണം, ഈ മരിപ്പൂ പ്രയാണത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ദിവസം മുതൽ ഈ ലോകത്തിൽ ഞാൻ വേർപെടുന്ന ദിവസം വരെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് സ്വസ്ഥത അനുഭവിക്കുന്ന ദിവസമായിരിക്കും. പ്രതികൂലങ്ങൾ ഒത്തിരി കടന്നു വരാം, പ്രശ്നങ്ങൾ ഒത്തിരി കടന്നു വരാം. എന്നാൽ ഈ പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരുവാൻ അനുവദിക്കാതെ തൊഴിൽപ്പുറത്ത് വന്ന് മാറിപ്പോകത്തേയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ദൈവം വിടുവിച്ച കരങ്ങളെ നിങ്ങൾ ഓക്ക്. കഴിഞ്ഞ നാളുകൾ രക്ഷിച്ച കരങ്ങളെ ഓക്ക്. ഈ കരങ്ങൾ ഇന്നും ശക്തമായിട്ടുണ്ട്, ഇന്നും കുറവായി പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഒരു ദൈവത്തിലെ ജീവിതം, ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് സ്വസ്ഥത അനുഭവിക്കുന്ന ജീവിതമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ മരുഭൂമിയിൽ എന്തെല്ലാം കടന്നു വന്നാലും ഇതിനൊന്നിനും എൻ്റെ സ്വസ്ഥതയെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. എന്തെല്ലാം കടന്നു വന്നാലും ഏതെല്ലാം സംഭവിച്ചാലും ഒന്നിൽ പോലും എൻ്റെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എൻ്റെ സ്വസ്ഥതയെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. പിന്നീട് എന്തുവരും? ദൈവം അവിടെ നമ്മളെ മാനിച്ച് ദൈവം ഉയർത്തും. അവസാനത്തെ സ്വസ്ഥത, ലാസ്റ്റ് സ്വസ്ഥത. എന്താണ് അസ്വസ്ഥത? 4-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടെ. 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയും ഉള്ള 5-ാമത്തെ സ്വസ്ഥതയാണ് ദൈവജനം അനുഭവിക്കുവാൻ പോകുന്ന സ്വസ്ഥത. ആകയാൽ ദൈവജനത്തിന് സ്വസ്ഥത അനുഭവം ശേഷിച്ചിരിക്കുന്നു. എന്താണ് ഈ സ്വസ്ഥത എന്ന് പറയുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെയായിരുന്നു അതിന് മുൻപിലുള്ളത് ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കും. 1 എബ്രായ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. എന്തല്ല എന്ന് പഠിപ്പിച്ചിട്ട് എന്താണ് ഈ സ്വസ്ഥത എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. എന്തല്ല എന്ന് ചിന്തിപ്പിച്ചതിന് ശേഷം എന്താണ്? 3-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 3. ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്നോ. അപ്പോൾ ഒന്നാമത്തേത് ഏതല്ല ഈ പറയപ്പെടുന്ന സ്വസ്ഥത? അവിടെ പറയുന്നു, പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും ദൈവം പറഞ്ഞൊരു വേർഡാണ്, അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. ആരായി അവരെന്ന് പറയുന്നത്? ഇസ്രായേൽ മക്കൾ. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ പോകുന്ന ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കണ്ണീര് ഒട്ടും തന്നെ ഇല്ലാത്ത കാലം. ദൈവത്തോടുകൂടെ ചേർന്ന് ആയിരിക്കുന്ന ഒരു സമയം, ദൈവത്തോടുകൂടെ ഞാൻ നടക്കുന്ന ഒരു സമയം, ദൈവത്തോടുകൂടെ ഞാൻ ഇരിക്കുന്ന ഒരു സമയം, ദൈവമായിട്ട് മാത്രം ബന്ധപ്പെടുന്ന ഒരു സമയമാണ് ആ ശ്രേഷ്ഠമായിരിക്കുന്ന നിമിഷം. ഇവിടെ വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നത് പറയുമ്പോൾ ഇത് ലഭിക്കാതെ പോയെന്ന് ഭയപ്പെടണമെന്ന് പറയുവാൻ ഒരു കാരണമുണ്ട്. ഈ പ്രത്യേകമായ ശബത്തിന്റെ അനുഭവത്തിലേക്ക് കടക്കുവാൻ ഒരു ടൈം ലിമിറ്റ് ദൈവം വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക ഈ വേർഡ്. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ ഭയപ്പെടുക. എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ട കാരണം? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കാതെ പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിനകത്തേക്ക് കടക്കേണ്ടതിന് ഒരു പർട്ടിക്കുലർ സമയമുണ്ട്. ഒരു പരിധിക്കുള്ളിൽ ഇതിനകത്ത് കടന്നില്ല എങ്കിൽ പിന്നീട് ഇതിനകത്ത് കടക്കുവാൻ സാധ്യമല്ല. നോഹയോട് ദൈവം കൽപ്പിച്ചു, നോഹേ നീ പോയി പ്രസംഗിക്കോ, ഞാൻ മഴ പെയ്ക്കുവാൻ പോകുക, നീ ഒരു പെട്ടകം ഉണ്ടാക്കുക, നിങ്ങൾ അതിനകത്ത് കടക്കുക. രക്ഷപ്പെടേണ്ട ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ നോഹയുടെ പ്രസംഗം കേട്ട് അവർക്ക് രക്ഷപ്പെടാമായിരുന്നു, രക്ഷപ്പെട്ട് നോഹയോടുകൂടെ പെട്ടകത്തിൽ കയറാമായിരുന്നു. എന്നാൽ ഇവര് ഒരുപക്ഷെ ചിന്തിച്ചതിന് വിരുദ്ധമായിട്ട് കാര്യം സംഭവിച്ചു. ഒന്നൊന്നായിട്ട് മൃഗങ്ങൾ പെട്ടകത്തിനകത്ത് കയറി, എല്ലാ പറവുകൾ, എല്ലാ ഇഴജാതികൾ
ദിവസങ്ങൾ പെട്ടകത്തിനകത്തേക്ക് കയറി. നോഹയും അവന്റെ കുടുംബം പെട്ടകത്തിനകത്ത് കയറിയപ്പോൾ ആർക്കും ഒരിക്കലും തുറക്കുവാൻ സാധിക്കാത്ത രീതിയിൽ സ്വർഗ്ഗസ്ഥനായിരിക്കും ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. പെട്ടകത്തിന് വാതിലുണ്ട്, വാതിൽ തുറക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു, രക്ഷപ്പെടുവാൻ ഒരു ലിമിറ്റഡ് ടൈം കൊടുത്തിരുന്നു. ആ സമയപരിധിക്കുള്ളിൽ അകത്ത് കടക്കാഞ്ഞത് കൊണ്ട് പെട്ടകത്തിന്റെ വാതിൽ യഹോവയാം ദൈവം അടച്ചു. പിന്നീട് ഒരു മനുഷ്യന് പോലും അകത്ത് കടക്കുവാൻ സാധ്യമായില്ല. അതുവരെ ഓപ്പൺ ഇൻവിറ്റേഷൻ ആയിരുന്നു, ഓപ്പൺ ആയിട്ട് ഇൻവൈറ്റ് ചെയ്തു. എന്ത് പറഞ്ഞാലും അവർക്കത് ചെയ്യാമായിരുന്നു, എങ്ങനെ വേണമെങ്കിലും അകത്ത് കടക്കാമായിരുന്നു. എന്നാൽ ആ പർട്ടിക്കുലർ സമയങ്ങളിൽ അവർ നിഗ്ലക്റ്റ് ചെയ്തതുകൊണ്ട്, നോഹയുടെ വാക്ക് നിഗ്ലക്റ്റ് ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർക്ക് പെട്ടകത്തിൽ കടക്കുവാൻ സാധ്യമായില്ല. അതിന്റെ എന്താ പരിണിത ഫലം? ഭയപ്പെടേണ്ട ഒരു വിഷയത്തിലേക്ക് കടന്നു വന്നു. അവരെല്ലാവരും നശിക്കുവാൻ കാരണമായി തീർന്നു. ദൈവം ഇപ്രകാരം പറയുകയാണ്, ഇതുപോലെ ഒരു സന്ദർഭം കടന്നു വരുവാൻ പോകുകയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നിങ്ങൾ ഭയപ്പെടുക. ഭയപ്പെടേണ്ട വിഷയമാണ്. ലഭിക്കാതെ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. ലഭിക്കാതെ പോകാൻ പറ്റും. എങ്ങനെ പോകാൻ പറ്റും? പെട്ടകത്തിൽ കയറേണ്ട സമയത്ത് കയറാതിരിക്കുന്നുവെങ്കിൽ ഒരു ദിവസം നോഹയുടെ പെട്ടകത്തിന്റെ വാതിൽ സ്വർഗ്ഗസ്ഥനായിരിക്കും ദൈവം അടച്ചതുപോലെ ഇവിടെയും വാതിൽ അടയ്ക്കുന്ന ഒരു സമയമുണ്ട്. സ്വർഗത്തിലെ ദൈവം നോഹയുടെ പെട്ടകത്തിന്റെ വാതിൽ അടച്ചതുപോലെ കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, ആ നാൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെയല്ല. നോഹയുടെ കാലം പോലെ തന്നെ ആയിരിക്കും ആ നാൾ കടന്നു വരുവാൻ പോകുന്നത്. നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചു അതേ കാര്യമാണോ സംഭവിക്കുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലമെന്ന് പറയുന്നത് ആ ഒരു കാലമായി. എന്താ കാലം? പെട്ടകത്തിനകത്ത് കടക്കുവാനുള്ള ഇൻവിറ്റേഷൻ ലഭിച്ചിട്ട് പരിപൂർണമായിട്ട് നിൽക്കാതെ ഇരിക്കുന്നു എങ്കിൽ, ആരെങ്കിലും ഇതിനകത്തുണ്ട് എങ്കിൽ ദയവായി ഞാൻ ഓർപ്പിക്കട്ടെ, പെട്ടകത്തിനകത്തേക്ക് കടക്കേണ്ട അവസാന നിമിഷങ്ങളിലാണ് ഞാനും നിങ്ങളുമായി ഇരിക്കുന്നത്. ലോക ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, ചുറ്റുപാടുകളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, ചുറ്റുപാടുകൾ കാലഗതികളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും, പ്രെഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കാത്ത രീതിയിൽ ആകാശ മണ്ഡലങ്ങൾ പല അത്ഭുതങ്ങൾ നടക്കുക, ഭൂമിയുടെ ഭാഗങ്ങളിൽ പല അത്ഭുതങ്ങൾ നടക്കുക, സമുദ്രത്തിലെ ആഴങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ചില നമുക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ഈ അടുത്ത കാലങ്ങൾ ഇവിടെ നടക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ചില കാലങ്ങൾക്ക് മുമ്പ് ഒമാനിൽ നടന്നത് അതാകുന്നുവെങ്കിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇതെന്തിനെ വിളിച്ചറിയിക്കുന്ന അറിയാമോ? ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം പറയുന്നു, ഭൂമിയുടെ അവസ്ഥകൾക്ക് മാറ്റം വരും, ഭൂമിയുടെ പ്രവർത്തനത്തിന് മാറ്റം വരും, കാലഗതിക്ക് മാറ്റം വന്ന് അസാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ ഭൂമിയിൽ സംഭവിക്കുമ്പോൾ നീ ഓർത്തുകൊള്ള്, നിന്റെ വിടുതലിന്റെ സമയം, വീണ്ടെടുപ്പ് സമയം അടുത്തിരിക്കുന്നു. ഇന്നൊരു ഹറിക്കെയിൻ വരുമെന്ന് കേട്ടുകൊണ്ട് ഭയപ്പെടുന്ന ഒരു ജനക്കൂട്ടമല്ല ദൈവത്തിലെ ജനമെന്ന് പറയുന്നത്. ദൈവത്തിലെ ജനം തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. എൻ്റെ ദൈവമേ, ഞാൻ വസിക്കുന്ന ദേശത്ത് ഇത് അടുക്കാതെ വേണം ദൈവമേ നീ കാവൽ ചെയ്യണമേ. എന്നാൽ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, ഇതിനപ്പുറത്തൊന്നുണ്ട്. എത്ര വലിയ ഹറിക്കെയിൻ വന്നാലും ദൈവം തന്റെ ഭക്തന്മാർ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, ഇതൊക്കെയും കർത്താവായ യേശുവിന്റെ വരവിന്റെ ഏറ്റുനോവിന്റെ ആരംഭങ്ങളായിട്ട് കാണുകയാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലങ്ങൾ, ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ കാലങ്ങൾ, ഈ നിമിഷങ്ങളെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വരവിന്റെ സംഭവങ്ങളെ അത് വിളിച്ചറിയിക്കുന്നുവെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണമേ, ഈ പെട്ടകത്തിന്റെ വാതിൽ കടക്കുവാനായിട്ട് ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ആ സമയം ഒരു പർട്ടിക്കുലർ സമയം കൊണ്ട് അവസാനിക്കും. എപ്പോഴായിരിക്കും ആ സമയം അവസാനിക്കുന്നത്? ആ സമയം അവസാനിപ്പിക്കുന്ന ഒരു സമയമാണ് 1 തെസ്സലോനിക്കരുടെ 4-ാം അധ്യായം 16-17 വാക്യം. 1 Thessalonians chapter 4 verse 16 and 17. ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. എന്താ ദിവസത്തിന്റെ പ്രത്യേകത? എങ്ങനെയാ യേശു ക്രിസ്തു വരുന്നത്? വേദപുസ്തകം പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടു കൂടെ വരുന്നു, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ. ഈ ശബ്ദങ്ങളെ ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കറിയാം എന്തിനു വേണ്ടിയാണ് ദൈവം ഈ ശബ്ദം ഒരുക്കുന്നത്. വെറുതെ അല്ല ഈ 3 ശബ്ദം ഒരു പാട്ടയടിച്ചുകൊണ്ട് അല്ല കർത്താവ് വന്ന് ഞാൻ വരാൻ പോകുന്ന നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി അല്ല ഈ ശബ്ദമൊക്കെ ഒരുക്കുന്ന. ഈ ശബ്ദത്തിന് പ്രത്യേകമായ അർത്ഥമുണ്ട്. യേശു ക്രിസ്തുവിന്റെ ഗംഭീരനാദം എന്ന് പറയുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ വേണ്ടിയാണ്, മരിച്ചുപോയ വിശുദ്ധന്മാരെ ഉയർപ്പിക്കുവാൻ. പ്രധാന ദൂതന്റെ ശബ്ദം എന്ന് പറയുന്ന അവസാനമായിട്ട് പിശാച് ദൈവത്തിന്റെ ജനത്തെ മാറ്റി
വേർപെടുത്തി നിർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ പ്രധാന ദൂതനാർക്ക് മീഖായേൽ ഇപ്രകാരം പറയും, ദൈവജനത്തെ തൊടുവാൻ നിനക്ക് അനുവാദമില്ലെന്ന് ദൈവത്തിന്റെ പക്കൽ നിന്ന് അധികാരത്തോടെ കടന്നു വന്ന് പ്രധാന ദൂതനായ മീഖായേലിന്റെ വാക്കിന് മുമ്പിൽ പിശാച് തന്റെ ജനത്തെ വിട്ടയക്കുക. 3 സംഭവിക്കുന്നു. ദൈവത്തിന്റെ കാഹളം ധ്വനിക്കുന്നു. എന്തിനാ കാഹളം ധ്വനിക്കുന്നറിയാമോ? വേദപുസ്തകം പറയുന്നു, 1 Corinthians 15, 51, 52 വാക്യങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഭാഗ്യപ്രകാരം പറയുന്നു, ഇതെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. എന്താ സംഭവം? ഒരു നൊടി നേരത്തിനുള്ളിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളനാദത്തിങ്കൽ കണ്ണിമിക്കുന്നതിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് ഏത് ദിവസമെന്ന് നമുക്കറിയത്തില്ല, എത്ര മണിക്കൂറും നമുക്കറിയത്തില്ല. ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രനും ആരും തന്നെ അറിയുന്നില്ല. എന്തുകൊണ്ട് പുത്രൻ അറിയുന്നില്ല? പുത്രൻ ദൈവമായതുകൊണ്ടല്ല. ദൈവമായതുകൊണ്ട് പുത്രൻ അറിയത്തില്ലേ? പുത്രൻ അറിയാം. പക്ഷെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്? ദൈവം തൻ്റെ സമയത്തിൽ തൻ്റെ കാലപരിധി വെച്ചിരിക്കുന്ന ഒരു സമയത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഓപ്പൺ ഇൻവിറ്റേഷൻ എല്ലാവർക്കും ദൈവം കൊടുത്തിട്ടുണ്ട്. രക്ഷപ്പെടുവാൻ അവസരം ദൈവം കൊടുത്തിട്ടുണ്ട്. അല്ല, അതിന് ഉള്ള സമയം തക്കത്തിൽ വിനിയോഗിക്കുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. എന്താ ഇവിടെ സംഭവിക്കുന്നത്? കർത്താവിന് ഗംഭീര നാമത്തിങ്കൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ രൂപാന്തരപ്പെടുന്നു, അഥവാ നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ശ്രേഷ്ഠമാർഗ നിമിഷമാണ് എൻ്റെ ശബത്തിന്റെ അനുഭവം ഞാൻ തുടങ്ങുന്നത്. ദൈവം വെച്ചിരിക്കുന്ന ഒരു ശബത്തെന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനത്തെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന സമയം. അഥവാ ഇവിടെ സഭ വേറെ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ, സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്ന ഒരു സമയമാണ് ദൈവജനത്തിന്റെ സ്വസ്ഥത എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ വേറെ ശ്രദ്ധിക്കുക. ദൈവജനം അനുഭവിക്കുവാൻ പോകുന്ന സ്വസ്ഥത. പിന്നെ അനേകരെ പിന്നെയും വരുവാനുണ്ട്. അവർ പിന്നാലെ കടന്നു വരുന്നതായിരിക്കും. എന്നാൽ ഞാനും നിങ്ങളെ അനുഭവിക്കുവാൻ പോകുന്നത് ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ യേശുക്രിസ്തു കടന്നു വന്ന് തന്റെ ശബ്ദം ധ്വനിപ്പിക്കുമ്പോൾ അവനോടുകൂടെ നാം എടുക്കപ്പെടുക. എടുക്കപ്പെടുമ്പോൾ എന്താകുക? 1 Corinthians 3 എടുക്കേണ്ട കാര്യമില്ല. 3 ഇപ്രകാരം പഠിപ്പിക്കുന്നു, ഇവിടെ കർത്താവിനോടുകൂടെ നാം മധ്യാകാശത്തായിരിക്കുക. പിന്നീട് എന്തായിരിക്കുന്നത്? കർത്താവിനോടുകൂടെ നാം സ്വർഗത്തിലേക്ക് കടന്നു പോകുക. പിന്നീട് എന്തായിരിക്കുന്നത്? ഒരു കാലത്തും വിട്ടുപിരിയാതെ അരുമരക്ഷിതാവായ യേശുവിനോടുകൂടെ നിത്യതകളെ നാം ചെലവഴിക്കുക. പിന്നീട് എന്തായിരിക്കും സംഭവം? പിന്നീട് ഒരിക്കലും കർത്താവിൽ നിന്ന് മാറ്റപ്പെടുന്നില്ല. എന്നാൽ ഈ സ്വസ്ഥതയിലേക്ക് കടക്കുവാൻ മറ്റു ചിലരോട് ഉണ്ട്. അവരും കൂടെ സ്വസ്ഥതയെ കടക്കേണ്ടത് ആവശ്യമാണ്. ഒരു വാക്യം വായിച്ചാട്ടോ. എബ്രായലേഖനം 4 അധ്യായം. അതിന് ഒരു ക്ലൂ മാത്രം. എബ്രായലേഖനം 4 അധ്യായം, Hebrews chapter 4 അതിന്റെ 10ാമത്തെ വാക്യം. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് സ്വസ്ഥനായതുപോലെ. പിന്നീട് നെക്സ്റ്റ് വേഴ്സ് പറയുന്നത് ഒന്ന് വായിച്ചാട്ടോ ആ ഭാഗം. അതിനു മുമ്പ് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ. ആരായി അവൻ? ആരായി അവൻ? ഒന്നുകൂടെ വായിച്ചു നോക്കിയ ആ വാക്യം നിങ്ങൾ. ദൈവം തൻ്റെ സ്വസ്ഥതയിൽ തൻ്റെ പ്രവൃത്തികൾ, വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ. അപ്പോൾ ആരായി അവൻ? ദൈവം. അപ്പോൾ ദൈവം വെച്ച സ്വസ്ഥതയിലേക്ക് കടക്കുവാൻ പോകുക. ആരാ കടക്കുന്നത്? അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ. അതാരാ? നമ്മളാണോ? നമ്മൾ കടന്നോ? ഇല്ല, കർത്താവായ യേശു. അപ്പോൾ ദൈവം തന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നിവർത്തനായി തീർന്നു. അപ്പോൾ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്കാണ് ആര് കടന്നു എന്നത്? അരുമരക്ഷിതാവായ യേശു. ഈ സ്വസ്ഥതയിലേക്കാണ് ഇനി ആര് കടക്കാൻ പോകുന്നത്? നമ്മൾ കടക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ സ്വസ്ഥതയിലേക്ക് നമ്മൾ കടക്കുവാൻ ഇപ്പോൾ ഓൾറെഡി ആ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് കർത്താവായ യേശു കടന്നു. ആ സ്വസ്ഥതയിലേക്ക് ഇന്ന് പുതിയ നമ്മ വിശ്വാസി കടക്കും. എപ്പോൾ കടക്കും? കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ. യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിലോടുകൂടെ നാം അസ്വസ്ഥതയിലേക്ക് കടന്നു പോകും. പിന്നെയും സ്വസ്ഥതയിലേക്ക് കടക്കുവാനുള്ള ഒരു 3 കൂട്ടം ആൾക്കാരുണ്ട്. ആരൊക്കെയാ അവര്? ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ഉപദ്രവകാലത്തിൽ രക്തസാക്ഷികളായി മരിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ. 2 ഇസ്രയേലിൽ എണ്ണപ്പെട്ടതായിരിക്കുന്ന 1,40,000 യഹൂദന്മാർ. 3 2 സാക്ഷികൾ. അപ്പോൾ 2 സാക്ഷികൾ. ഈ 3 കൂട്ടരും കൂടെ കടക്കുമ്പോഴാണ് ആ സ്വസ്ഥതയുടെ പെർഫെക്ഷനിലേക്ക് കടന്നു വരുന്നത്.
ദൈവം ആഗ്രഹിച്ചതായിരിക്കുന്ന, ദൈവം ആരെ കൊണ്ട് സ്വസ്ഥതയാചരിപ്പാൻ ആഗ്രഹിച്ചുവോ ആ സ്വസ്ഥതയിലേക്ക് കടക്കുന്ന ഒരു സമയം. ഇതിനാണ്, ഈ ഭാഗത്താണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം വായിച്ച് നമ്മൾ പറഞ്ഞ പ്രകാരമാണ് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വലിയ പദ്ധതിയായിരുന്നു മനുഷ്യനോടുകൂടെ ദൈവം വസിക്കണമെന്ന്. ദൈവത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച സമയം മുതൽ ദൈവത്തിന്റെ ആഗ്രഹം അതായിരുന്നു, എങ്ങനെയെങ്കിലും ഈ മനുഷ്യനോടുകൂടെ ഞാൻ ജീവിക്കണം. അതുകൊണ്ടാണ് ആദമിനെ ഏദൻ തോട്ടത്തിൽ ദൈവം പാപമില്ലാത്ത അവസ്ഥയിൽ ആദമിനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി ദൈവം മനുഷ്യനോടുകൂടെ നടക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. ദൈവത്തോടുകൂടെ ആദമായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? ആദം പാപം ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് ആദം അന്യപ്പെട്ടു പോയി. എന്നാൽ അതേ ആഗ്രഹം ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ദൈവം ഒരു ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ച് മുൻപോട്ട് കൊണ്ടുവന്ന് മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ട് ദൈവം അവരെ നോക്കിക്കൊണ്ട് മോശയോട് ഇപ്രകാരം പറഞ്ഞു, മോശയെ, ഞാൻ ഈ ജനത്തിന്റെ നടുവിൽ വസിക്കേണ്ടതിന് അവർ എനിക്കൊരു നിവാസം, ഒരു കൂടാരം ഉണ്ടാക്കണം. അതാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. എന്തായിരുന്നു ദൈവത്തിന്റെ പർപ്പസ്? സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം ന്യായം വിധിക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ ദൈവം ആഗ്രഹിച്ചില്ല. ദൈവത്തിന്റെ മനസ്സ് വിങ്ങിക്കൊണ്ടിരുന്നത്, ദൈവത്തിന്റെ മനസ്സ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെ എൻ്റെ ജനത്തോടുകൂടെ ചേർന്ന് അവരുടെ നടുവിൽ എനിക്ക് ജീവിക്കുവാൻ സാധിക്കും. എന്നാൽ എന്താ പ്രശ്നം? പാപം. അതാണ് മനുഷ്യന്റെ പ്രശ്നം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്തിന് വസിക്കുവാൻ സാധ്യമായില്ല. എന്നാൽ ദൈവം അവരുടെ നടുവിൽ വസിക്കുവാൻ ആഗ്രഹിച്ചു. ദൈവം എന്ത് ചെയ്തു? ദൈവം മോശയോട് പറഞ്ഞു, കുഞ്ഞേ, നീ ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പോൾ നീ ഒന്ന് പറയണം, അതൊരു പ്രാകാരം ഉണ്ടാക്കണം. ഈ പ്രാകാരത്തിന്റെ പരിധി വരെ ഒരു ന്യായം, ഒരു സാധാരണപ്പെട്ട ഒരു യഹൂദന് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. ആ പ്രാകാരത്തിനകത്തൊരു സ്ഥലമുണ്ട്, വിശുദ്ധ സ്ഥലം. അവിടെ മാത്രമേ പുരോഹിതന്മാർക്ക്, ലേവിയ പൗരോഹിത്യത്തിന് അവിടെ മാത്രമേ കടന്നിടുവാൻ സാധിക്കുകയുള്ളൂ. അതിനടുത്തുമൊരു സ്ഥലമുണ്ട്, അതാണ് അതിപരിശുദ്ധ സ്ഥലം. അവിടെ എന്ന് പറഞ്ഞാൽ ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതന് അവിടെ കടന്നിടുവാനായിട്ട് സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, എന്താ ദൈവം ആഗ്രഹിച്ചത്? ഇസ്രായേൽ ജനം ചുറ്റുപാടുകൾ തമ്പടിച്ച് ആയിരിക്കുമ്പോൾ അവരുടെ നടുവിൽ സ്വർഗസ്ഥനായിരിക്കും ദൈവം ആയിരിക്കാൻ ആഗ്രഹിച്ചു. ദൈവം അവരുടെ നടുവിൽ ജീവിപ്പാനായിട്ട് ആഗ്രഹിച്ചു. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ ആഗ്രഹം ഇതുവരെ മാറിപ്പോയിട്ടില്ല. ഇന്നും പുതിയ നമ്മ വ്യവസ്ഥയിൽ ദൈവം ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല. ദൈവത്തിന്റെ വിശുദ്ധവചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? എന്റെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മന്ദിരമാണ്. എന്റെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ ആ ദൈവത്തിന്റെ മന്ദിരത്തിൽ ആര് വസിക്കുന്നു? ദൈവം വസിക്കുന്നു. എവിടെ വസിക്കുന്നു? എന്നിൽ ദൈവം വസിക്കുന്നു. പ്രിയപ്പെട്ടവർ, ദൈവത്തിന്റെ ആഗ്രഹത്തിന് മാറ്റം വന്നിട്ടില്ല. ദൈവം കാലാകാലങ്ങളായിട്ട് തുടങ്ങി മുൻപോട്ട് ദൈവം പ്രവർത്തിച്ചുകൊണ്ട് തന്റെ ഒരൊറ്റ എയിമിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നുപോയി. എന്നാൽ മനുഷ്യന്റെ പാപം കൊണ്ട് ദൈവത്തിന് ഇരിക്കുവാൻ സാധ്യമല്ലാതെ മനുഷ്യനെ വിട്ട് ദൈവത്തിന് മാറ്റപ്പെടേണ്ട അവസ്ഥ കടന്നു വന്നു. അതാണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇസ്രായേൽ മക്കൾ പാപം കൊണ്ട് ദൈവം അവരെ വിട്ട് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. സമാഗമന കൂടാരത്തിൽ നിയമപ്പെട്ടകത്തിൽ ദൈവം വസിക്കുന്നവർ ചിന്തിച്ചിരുന്ന നിയമപ്പെട്ടകം ഫെലിസ്ത്യർ പിടിച്ചെടുത്തുകൊണ്ട് പോകുവാനായിട്ട് കാരണമായി തീർന്നത് അവസ്ഥ എന്ന് പറയുന്നത് ആ നിയമപ്പെട്ടകത്തിൽ ദൈവം ഇല്ലായിരുന്നു. എന്തുകൊണ്ട്? ദൈവം വസിക്കുന്നിടത്ത് ദൈവം ഇല്ലായിരുന്നു. എന്തുകൊണ്ട്? അവർ പാപികളായതുകൊണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ആഗ്രഹം മനുഷ്യന്റെ പാപം കൊണ്ട് ദൈവത്തിന് സാധ്യമായില്ല എങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹത്തെ ദൈവം മാറ്റിക്കളഞ്ഞിട്ടില്ല. ദൈവം ഇന്ന് ഒരു കൂട്ടത്തെ തനിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. എങ്ങോട്ട് അവർ കടന്നു പോകുന്ന അറിയാമോ? ശാപത്തിലേക്ക് അവർ കടക്കുക, ഒരു സ്വസ്ഥതയിലേക്ക് അവർ കടക്കുക. ആരാ സ്വസ്ഥതയിലേക്ക് കടന്നത്? 6 ദിവസം എല്ലാം പ്രവർത്തിച്ച് 7-ാം ദിവസം സ്വസ്ഥനായിത്തീർന്ന കർത്ത ദൈവം ആ സ്വസ്ഥതയിലേക്ക് തന്റെ അരുമരക്ഷിതാവ്, നമ്മുടെ അരുമരക്ഷിതാവായിരിക്കുന്ന യേശു ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് കടന്നിരിക്കുമ്പോൾ ഇനിയും അടുത്ത് കടക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളും ആ സ്വസ്ഥതയിലേക്ക് കടക്കുവാൻ പോകുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, എങ്ങനെ ആർക്ക് കടക്കുവാൻ സാധിക്കും? നിങ്ങൾക്കറിയാം, ദൈവത്തിന്റെ വിശുദ്ധവചനം പറയുന്നു, ആ സ്വസ്ഥതയിലേക്ക് കടക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ ആ സ്വസ്ഥതയിൽ കടന്നിടുവാൻ സാധ്യമല്ല. രക്ഷിക്കപ്പെട്ട് സ്നേഹപ്പെട്ട് ദൈവത്തിന് വേണ്ടി വേർപെട്ട് നിന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്നവരല്ലാതെ മറ്റാരും ആ സ്വസ്ഥതയിൽ കടക്കുകയില്ല. രണ്ടാമത് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ സ്വസ്ഥത ഞാൻ അനുഭവിക്കണമെങ്കിൽ ദൈവത്തിന് വേല ചെയ്തകൾ മാത്രമേ സ്വസ്ഥത അനുഭവിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഇന്ന് രാത്രി നോക്കണമേ, ദൈവത്തിന്റെ വേലയ്ക്ക് ഞാൻ കൈകൊടുക്കാതിരിക്കുന്ന
നിൽക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വേലയെ ഞാൻ ഗണ്യമാക്കാതിരിക്കുന്നുവെങ്കിൽ, ദൈവം വെച്ചിരിക്കുന്ന സ്വസ്ഥത എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ ദൈവത്തിന്റെ വേലയ്ക്ക് ഞാൻ കൈ കൊടുക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്വസ്ഥതയ്ക്ക് ഞാൻ യോഗ്യനാണെന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ദൈവം തന്റെ ഉള്ളം കരങ്ങളിൽ എന്നെ വഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നിഷ്ക്രിയരായിരിക്കുന്ന ഒരു ഘട്ടം ജനത്തെ ദൈവം തന്റെ കരങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുവാനല്ല സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. പ്രവർത്തിക്കുന്ന തന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ഗണത്തെ തന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ദൈവം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി തലകളെ വണങ്ങിയാട്ട്